ഇന്ത്യൻ പാരമ്പര്യത്തിൽ ചിരി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഹാസ്യരസം ജീവരസം എന്നാണ് നമ്മുടെ പുരാതന സന്യാസിമാർ എഴുതി വെച്ചത്. ഹാസ്യരസം ജീവരസമാണ്. അവർ പറയുന്നത് ഈ ലോകം എന്ന് പറയുന്നത് ഒരു നാടകശാല പോലെയാണ്. ജീവിതം ഒരു കേളിയാണ്, ഒരു ലീലയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം കുറച്ചും കൂടി ടേക്ക് ഇറ്റ് ഈസി പോളിസി എന്ന പോളിസി കൂടി നോക്കിക്കാണുക. എല്ലാം ലീലയാണ്, എല്ലാം കേളിയാണ്. ഈ ലോകമെന്ന് പറയുന്നത് ഭ്രമിപ്പിക്കുന്ന ഒരിടം മാത്രമാണ്. ഇവിടെ കെട്ടിക്കിടന്ന് നിങ്ങളെ തന്നെ ഇല്ലാതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടേക്ക് ഇറ്റ് ഈസി, കുറച്ചും കൂടി ചിരിയോടുകൂടി നോക്കിക്കാണുക. പണ്ടത്തെ ഒരു ആയുർവേദത്തിലെ ധ്യാന രീതിയുണ്ട്. ഹാസിബ, ഖേലിബ, ദാരിബ, ധ്യാൻ എന്നാണ് പേര്. ഹാസിബ, ഖേലിബ, ദാരിബ, ധ്യാൻ. അതെന്താണത്? ജീവിതത്തിൽ ഹാസ്യാത്മകമായി നോക്കിക്കണ്ട് ഒരു പ്ലേഫുൾനെസ്സോടുകൂടി ധ്യാനാത്മകതയോടുകൂടി ജീവിക്കുക. അതാണ് നല്ല മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈൽ. ഇപ്പം നിങ്ങൾ ചിരിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റും. ചിരിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് നോക്കും. നിങ്ങൾ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു കുഞ്ഞ് അടുത്ത് വന്ന് കുഞ്ഞിൻ്റെതായ രീതിയിൽ കോമിക് കാണിക്കുമ്പോൾ നിങ്ങളറിയാതെ പൊട്ടിച്ചിരിച്ചു പോകും. നിങ്ങൾ പൊട്ടി തകർന്ന് തരിപ്പണമായിട്ട് ആരോടൊക്കെയുള്ള ദേഷ്യ നിമിത്തം നിങ്ങളെ തന്നെ കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുഞ്ഞ് വന്നത്. കുഞ്ഞ് വന്ന് കുഞ്ഞിൻ്റെ സംസാരം കേട്ടപ്പോൾ, കുഞ്ഞിൻ്റെ രീതികൾ കണ്ടപ്പോൾ നിങ്ങളറിയാതെ ചിരിച്ചുപോയി. എത്ര സമയത്താണ് ദൈവം ഈ കുഞ്ഞെന്ന മാലാഖ അയച്ചിട്ടുള്ളത്? എനിക്ക് പറയാനുള്ളത്, പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങൾക്ക് ചിരിക്കണം എന്നുണ്ടെങ്കിൽ, സ്വയം ചിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ കൊച്ചുങ്ങളോടൊപ്പം കുറേ സമയം ചിലവഴിക്കുക. അറിയാതെ ഈ ദാർഢ്യഭാവങ്ങൾ, പുറത്തുള്ള ശീലകളൊക്കെ അലിഞ്ഞില്ലാതാവും. അകത്തൊരു പുഴയൊഴുക്ക് തുടങ്ങും. നിങ്ങൾ നിങ്ങളെ തന്നെ വീണ്ടെടുക്കും.